എമർജൻസി മെഡിസിനെ കുറിച്ചുള്ള ഈ ഒരു കോഴ്സിൻ്റെ ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഒരു എമർജൻസി മെഡിസിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗത്തിൽ ചിന്തിക്കുക, ശരിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ചിലപ്പം ഒരു നിമിഷം ഒരു രോഗി ചെറിയൊരു വേദനയായിട്ടായിരിക്കും എത്തുന്നത്, അടുത്തൊരു നിമിഷം അവരുടെ വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു സെക്കൻഡിൽ ജീവിതവും മരണവും തീരുമാനിക്കുന്ന സ്ഥലം. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ED എന്ന് പറഞ്ഞാൽ മെഡിസിൻ്റെ ഫ്രണ്ട് ലൈനാണ്. രോഗികൾ വേദനയുമായി, പേടിയുമായി, ആശയക്കുഴപ്പത്തോടെയൊക്കെ എത്തും. നിങ്ങളുടെ ജോലി എന്നുള്ളത് എല്ലാം അറിയുക എന്നതല്ല. നിങ്ങളുടെ ജോലി അവിടെ ജീവൻ രക്ഷിക്കുക, വേദന കുറയ്ക്കുക, അപകടം തിരിച്ചറിയുക, അഡ്മിറ്റ് ചെയ്യാനാണോ ഡിസ്ചാർജ് ചെയ്യാനാണോ എന്നുള്ളത് തീരുമാനിക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എയർപോർട്ട് കൺട്രോൾ ടവർ പോലെയാണ്. നിങ്ങളവിടെ വിമാനം ഓടിക്കുകയല്ല, സുരക്ഷിതമായി നയിക്കുകയാണ്. എമർജൻസി മെഡിസിനിൽ ഫോളോ ചെയ്യുന്ന ചില ഗോൾഡൻ റൂളുകളുണ്ട്. ഒന്നാമത്തെ റൂൾ എന്താണ്? നിങ്ങളുടെ സംശയത്തെ കേൾക്കുക എന്നുള്ളതാണ്. എന്തോ ഒരു അപകടമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് അവഗണിക്കരുത്, ആ സംശയത്തെ കേൾക്കണം. രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരിധിക്ക് പുറത്തേക്ക് പോകരുത്. സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ കൺസൾട്ടൻറ്റിനോട് വിളിച്ച് ചോദിക്കണം. റൂൾ നമ്പർ 3, നിങ്ങൾ റിപ്പോർട്ടിനെ അല്ല ചികിത്സിക്കേണ്ടത്, രോഗിയെയാണ്. ചിലപ്പോൾ ECG നോർമലാകും. രോഗി മോശമായൊരവസ്ഥയിലാണെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കണം. നാലാമത്തെ റൂൾ, മരുന്ന് കൊടുക്കുന്ന ഡോസ് വീണ്ടും വീണ്ടും പരിശോധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ചെറിയൊരു തെറ്റ് ചിലപ്പോൾ വലിയ അപകടമായിരിക്കും ഉണ്ടാക്കുന്നത്. റൂൾ നമ്പർ 5, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചെയ്തിട്ടില്ല എന്നാണ്. എമർജൻസി മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഒരു ട്രയേജ് സിസ്റ്റം ഉണ്ട്. അടിയന്തരാവസ്ഥ, രോഗികളെ അടിയന്തരതക്കനുസരിച്ച് ക്രമീകരിക്കുന്ന രീതിയാണത്. ഇപ്പോൾ ചുവപ്പാണെങ്കിൽ ഉടൻ തന്നെ ചെയ്യണം. ഓറഞ്ച് വളരെ അടിയന്തരമായി ചെയ്യേണ്ടതാണ്. മഞ്ഞ എന്ന് പറഞ്ഞാൽ അടിയന്തരമാണ്. പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ സ്റ്റേബിളാണ്. നീല എന്ന് പറഞ്ഞാൽ ഒരു അടിയന്തരവും ഇല്ലാത്തതാണ്. നമ്മൾ മനസ്സിലാക്കണം, ചിലപ്പോൾ രോഗി നടന്നായിരിക്കും വരുന്നത്, പെട്ടെന്ന് ഗുരുതരാവസ്ഥയൊക്കെ മാറാം. അപ്പോൾ ട്രയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥിരമായ ഒന്നല്ല, അത് ചിലപ്പോൾ മാറിയെന്ന് വരാം. ഇപ്പോൾ നടന്നു വരുന്ന രോഗി ആദ്യം ബ്ലൂ ലൈനിലാണെങ്കിൽ അവിടെ കുഴഞ്ഞു വീഴുന്നവർ കൂടി റെഡിലേക്ക് നീങ്ങി. ഓക്കെ. എമർജൻസിയിലൊരു പേഷ്യൻ്റ് വരിക എന്ന് പറയുമ്പം ഒരുപാട് ആൾക്കാർ ഒരുമിച്ചാണ് വരിക. പിഴവുകൾ വരാൻ സാധ്യത കൂടുതലാണ്. ഒരിക്കലും പരിശോധന ഒഴിവാക്കരുത്, പെട്ടെന്ന് തീരുമാനം എടുക്കരുത്, വേദനകളെ അവഗണിക്കരുത്. പലപ്പോഴും ഈ തിരക്കായിരിക്കും നമ്മുടെ മോശം ചികിത്സക്ക് കാരണം ആവുന്നത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായിട്ടും ഡോക്യുമെൻറ്റേഷൻ വളരെ ആവശ്യമാണ്. നിങ്ങളുടെ കുറിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിയമപരമായിട്ടുള്ള സുരക്ഷയാണ്. എപ്പോഴും എഴുതി വെക്കുക. സമയം, ഹിസ്റ്ററി, ചരിത്രം, പരിശോധന, രോഗനിർണയം, ചികിത്സ, നിർദ്ദേശങ്ങൾ. അടുത്ത ഡോക്ടർ നിങ്ങളുടെ ഈ കുറിപ്പുകൾക്ക് അടിസ്ഥാനമായിട്ടായിരിക്കും ചികിത്സിക്കുക. പിന്നെ രോഗീനെ റെഫർ ചെയ്യുമ്പം വ്യക്തമായിട്ട് നിങ്ങൾ ആരാണ്, പ്രശ്നം എന്താണ്, നിങ്ങൾ ചെയ്തത് എന്താണ്, നിങ്ങൾക്ക് വേണ്ടത് എന്താണ് ഒക്കെ എഴുതി വെക്കണം. അവിടെ കൺഫ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഡിലേ ഉണ്ടാക്കും. ഡിലേ ആയിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. വേഗം വേണ്ട, ആദ്യം ശരിയാക്കുക, പിന്നെ വേഗം കൂട്ടുക.